മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ താരമാണ് കിഷോർ പീതാംബരൻ എന്ന കൃഷ്ണകുമാർ. ഒട്ടനവധി മെഗാ സീരിയലുകളുടെ ഭാഗമായിട്ടുള്ള താരം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ മഴ തോരും മുൻപേ എന്ന സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയ ചില രോഗപ്രശ്നങ്ങൾ താരത്തെ അലട്ടുന്നുണ്ട്. മരുന്നുകളുടെ ബലത്തിലാണ് താരത്തിന്റെ ജീവിതം. ഇപ്പോഴിതാ തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും വെറൈറ്റി മീഡിയയ്ക്ക് കിഷോർ നൽകിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ്. 25 വർഷമായി സീരിയൽ രംഗത്തുണ്ടെങ്കിലും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇവിടെ തുടരാൻ കാരണം ആരൊക്കെയോ എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അയാൾ എന്തോ ചെയ്യുന്നുണ്ടെന്ന തോന്നൽ ആൾക്കാർക്കൊക്കെ ഉണ്ടാകും. നല്ലത് ചെയ്താൽ അത് കൊള്ളാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതും വീണ്ടും വീണ്ടും ചെയ്യുന്നവരാണ് കലാകാരന്മാരും കുഞ്ഞുങ്ങളും. സ്ക്രിപ്റ്റ് ചോദിക്കുകയോ കഥകൾ ചോദിക്കുകയോ ചെയ്യാറില്ല. സീരിയലിന് സ്ക്രിപ്റ്റ് ഇല്ല. ആദ്യം ഒരു 5 പൈലറ്റ് എപ്പിസോഡുകളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടാകും. പിന്നീടാകും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ കഥയാവില്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ചോദിക്കാത്തത്. മാസത്തിൽ എത്ര ദിവസം ഷൂട്ട് കാണുമെന്ന് ചോദിക്കും. പ്രതിഫലവും ചോദിക്കും. അത്രമാത്രം. പാൻറ്റും ഷർട്ടും കോട്ടുമൊക്കെ ധരിച്ചു വരുന്ന ചില കഥാപാത്രങ്ങളാണെങ്കിൽ ഒഴിവാക്കും. കാരണം ഞാൻ അത്തരം വേഷങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും യോഗ്യനല്ലെന്ന് മനസ്സിൽ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. ലുങ്കി ധരിച്ച് നടക്കുന്ന പാവപ്പെട്ട തൊഴിലാളി റോളാണെങ്കിൽ തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും കിഷോർ പറയുന്നു. നടനിൽ ആദ്യം നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസാണ് കണ്ടെത്തിയത്. പിന്നീട് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ സിസ്റ്റും കണ്ടെത്തി. ശരീരത്തിന്റെ ഹോർമോൺ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രന്ഥി ആയതിനാൽ ഇതിന്റെ പ്രശ്നങ്ങൾ കിഷോറിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു. അതിനെക്കുറിച്ചും കിഷോർ അഭിമുഖത്തിൽ പറയുന്നു. കഴിഞ്ഞ 4 വർഷമായി ഞാൻ രോഗിയായിരുന്നു. കിടപ്പിലായിരുന്നു. ഇപ്പോഴുമാണ്. വലിയൊരു രോഗിയാണ് ഞാൻ. രാവിലെ 6:30 മുതൽ രാത്രി 11 മണി വരെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണം. കടുത്ത പ്രമേഹവും കരൾ രോഗവും ഉള്ളതിനാൽ ശസ്ത്രക്രിയ നടത്താനും കഴിയാത്ത അവസ്ഥയാണ്. ഭക്ഷണത്തേക്കാൾ കൂടുതൽ മരുന്നുകളാണ് ഇപ്പോൾ ജീവിതത്തിന്റെ ഭാഗം. മുൻപ് ഷൂട്ടിംഗ് ഇല്ലാതിരുന്ന സമയത്ത് വാഹനം ഓടിക്കാൻ പോകുമായിരുന്നു എന്നും കിഷോർ പറയുന്നു. ഇപ്പോൾ അഭിനയിക്കുന്നത് മഴ തോരും മുൻപേ എന്ന സീരിയലിലാണ്. ജോയ്സി എന്ന തിരക്കഥാകൃത്തിനെ വളരെ വിശ്വാസമാണ്. മുൻപും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ബിനു വെള്ളത്തൂവൽ ആയിരുന്നു ആദ്യം ഈ സീരിയൽ സംവിധാനം ചെയ്തിരുന്നത്. ജോയ്സി സാറിന്റെ മകൻ മനുവും സംവിധാനത്തിൽ പങ്കാളിയാണ്. ഇവരെല്ലാം എനിക്കറിയാം. മാത്രമല്ല വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ കഥയൊന്നും ചോദിക്കാൻ പോകില്ല. കഥ ചോദിക്കുന്നത് മണ്ടത്തരമാണ്. തുടക്കത്തിലെ കഥയാവില്ല അവസാനം വരെ. ഇടയ്ക്ക് മാറ്റം വരും. പഠിച്ചത് കൊമേഴ്സാണ്. ഇംഗ്ലീഷും മലയാളവുമെല്ലാം പഠിപ്പിക്കാറുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. യൂണിക് അക്കാദമി എന്നൊരു വലിയ പാരൽ കോളേജ് കിഷോറിന്റെ അച്ഛൻ പീതാംബരൻ നടത്തിയിരുന്നു. 4000-ഓളം കുട്ടികളാണ് അവിടെ പഠിച്ചിരുന്നത്. കിഷോറും ചേട്ടൻ ശ്രീജുവും അവിടെ പഠിച്ചിരുന്നു. അക്കാലത്തു തന്നെ അമേച്ചർ നാടകങ്ങളിലൂടെയാണ് കിഷോർ അഭിനയത്തിലേക്ക് വരുന്നത്. കൃഷ്ണകുമാർ എന്നായിരുന്നു എൻ്റെ പേര്. പിന്നീടാണ് അത് കിഷോർ ആയത്. ബെസ്റ്റ് ആക്ടറായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. സീരിയലിൽ അഭിനയിച്ചാൽ 10,000 5,000 ശമ്പളം കിട്ടുമായിരിക്കും. ഞാനോ വളരെ കുറച്ചു ശമ്പളത്തിൽ അഭിനയിക്കുന്നയാളാണ്. അതിന് അനുസരിച്ചുള്ള വളർച്ചയെ നമുക്കുണ്ടാകും. വരുമാനത്തിന് വേണ്ടി മാത്രമാണ് സീരിയൽ ചെയ്യുന്നതെന്നും കിഷോർ പറയുന്നു. ഇതല്ലാതെ വേറൊരു വഴി എനിക്കില്ല. കുടുംബവുമുണ്ട്. മക്കളെ വളർത്തണം. ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് വേറൊരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പോകുമായിരുന്നു. ഒരു ബാഗ് നിറയെ മരുന്നുകളുമായാണ് ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്നത്. ഇഞ്ചക്ഷനും സ്റ്റീറോയിഡുകളുമായാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. കിഷോർ പറഞ്ഞു നിർത്തുന്നു.